ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഉത്രാടം, നാളെ തിരുവോണമല്ലേ. അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗിലാണ് എല്ലാവരും. ഇതല്ലേ ഉത്രാടപ്പാച്ചിൽ. സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. ഓണം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗിലാണേ എല്ലാവരും. പൂക്കടകളിലും വെജിറ്റബിൾ ഷോപ്സിലും ഫ്രൂട്ട് സ്റ്റാളുകളിലുമെല്ലാം നല്ല തിരക്കാണേ. കാണും വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. എന്തായാലും സ്ട്രീറ്റ്സ് ഒക്കെ നല്ല ലൈവ്ലി ആയിരുന്നേ. നമ്മൾ പുറത്തിറങ്ങി ഈ തിരക്കൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ആ ഫെസ്റ്റിവലിന്റെ ഒരു ഫീൽ കിട്ടുന്നത് അല്ലേ. ഈ കാണുന്നത് കൊച്ചിക്കായലാണേ, നമ്മുടെ സ്വന്തം വേമ്പനാട്ട് കായൽ. ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആഡംബര നൗകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റ് സിറ്റിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ഓണം വിഭവം കണ്ടോ? നമ്മുടെ ഓണം സദ്യയിലെ കളർഫുൾ താരമാര ബീട്രൂട്ട് പച്ചടി. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയാണേ. പല രീതിയിലും ബീട്രൂട്ട് പച്ചടി ചെയ്തെടുക്കാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു ഈസി റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാണ് കേട്ടോ. വെജിറ്റബിൾ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു വലിയ ബീട്രൂട്ടാണ്. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ പച്ചടി ചെയ്യുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്തേച്ചും ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് വേണമെങ്കിലേ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതേ കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ശകലം പോലും വെള്ളം ആഡ് ചെയ്യാതെ ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മൺചട്ടി ചൂടാക്കി വെച്ചും ഈ ക്രഷ് ചെയ്തെടുത്ത ബീട്രൂട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പേസ്റ്റ് ആക്കി എടുക്കരുത്. നമ്മൾ പച്ചടി കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ച്യൂ ചെയ്യാൻ കിട്ടണം. ആ രീതിയിൽ വേണം ബീട്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ചും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. ഈ ബീട്രൂട്ടെ അതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുവേ. ഈ സമയത്തിന് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. 2 പിടി തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ നല്ല ജീരകം. ഇത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കടുക് ചേർത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് തരിതരിപ്പായിട്ട് കേട്ടോ. ഈ മിക്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായപ്പോഴത്തേക്കും ഇതിൻ്റെ കളർ കുറച്ച് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. കുക്ക് ചെയ്ത ബീട്രൂട്ടിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഈ അരപ്പിൻ്റെയും കൂടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവുമേ. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് നല്ലതുപോലെ തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പാകമാകുന്ന നേരത്തിന് നമുക്ക് തൈരൊന്ന് ഉടച്ചെടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല തിക്ക് കേർഡാണേ പച്ചടിക്ക് നല്ലത്. നല്ലതുപോലെ തണുത്ത ബീട്രൂട്ട് മിക്സിലേക്ക് ഉടച്ചെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ കമ്പൈൻ ചെയ്തെടുക്കണേ. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. തൈര് ആഡ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ബീട്രൂട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ. കേർഡിന് ആവശ്യമായ ഉപ്പും കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഉപ്പ് കുറവ് ഫീൽ ചെയ്യുമല്ലോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു സീസണിങ് പ്രിപ്പയർ ചെയ്യണേ. പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ചൂട് വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് 1 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സ്വല്പം കുഞ്ഞുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. കുഞ്ഞുള്ളി മൊരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ കടുക് വറുത്തെടുക്കത്തില്ലേ, അതേപോലെ തന്നെ. ഇപ്പോൾ ദാ ഉള്ളി പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഫ്രഷ് കറി ലീവ്സ് കുറച്ചിട്ട് കൊടുക്കാം. അതും കൂടെ ആ ചൂടെണ്ണയിൽ കടന്ന് ഒന്ന് മൊരിഞ്ഞോട്ടെ. നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാമേ. ഈ സീസണിങ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ കളർ കാണാനായിട്ട്.
സീസണിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം കേട്ടോ. ആ ടേസ്റ്റ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണേ. ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും അല്ലേ? ഇതേപോലെ തന്നെയാണോ നിങ്ങളും ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ? ബീട്രൂട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന പച്ചടിയെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. എങ്ങനെയായാലും ഓരോരുത്തരുടെ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഉത്രാടം ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.